ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളെല്ലാം ഈശ്വര വിശ്വാസികളാണല്ലേ? നമുക്കൊക്കെ തന്നെ വളരെ പ്രിയങ്കരമായ അല്ലെങ്കിൽ വളരെയധികം വിശ്വാസമുള്ള, ഇഷ്ടമുള്ള ചില ദേവതകളും ഉണ്ടായിരിക്കും. അവരെയൊക്കെ ദിനംതോറും നമ്മൾ വിളക്ക് വെച്ച് ആരാധിക്കുകയും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യാറുമുണ്ട്. ഈ വിധം നമ്മുടെ പ്രാർത്ഥനയിലും വഴിപാടിലും പൂജയിലും പ്രീതിപ്പെടുന്ന ദേവതകളൊക്കെ തന്നെ നമുക്ക് കാവലായി, നമുക്ക് കരുത്തായി എപ്പോഴും നമുക്കൊപ്പം വസിക്കുന്നുമുണ്ട്. ഈ വിധത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ പൊതുവിൽ കാണപ്പെടുന്ന ഒരു 4ഓളം ലക്ഷണങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങളിലും നിങ്ങളുടെ ഗൃഹത്തിലും ഈ 4 ലക്ഷണങ്ങൾ കാണപ്പെടുന്നുവെങ്കിൽ ഭഗവാന്റെ നിരന്തര വാസവും സാന്നിധ്യവും സംരക്ഷണവും നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് വേണം കരുതുവാൻ. ഏതൊക്കെയാണ് ആ 4 ലക്ഷണങ്ങൾ എന്നറിയാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നമ്മൾ ഭഗവാനോട് അടുക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലും ഗുണത്തിലും ജീവിത രീതിയിലും ഉണ്ടാകുന്ന പ്രകടമായ മാറ്റം നമ്മളൊരു ഭക്തനാണ് എന്ന് മറ്റുള്ളവർക്ക് എങ്ങനെയാണോ വ്യക്തമാകുന്നത്, അതുപോലെ ഭഗവാന്റെ അനുഗ്രഹവും സാന്നിധ്യവും ഐശ്വര്യവും നമുക്കുണ്ട് എങ്കിൽ നമുക്കും ചില ലക്ഷണങ്ങളിലൂടെ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നമ്മിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഭഗവാന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 4 പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ചെമ്പോത്ത്, ഉപ്പൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ഈശ്വരൻ കാക്ക നമ്മുടെ ഗൃഹത്തിന് ചുറ്റുമായി കാണപ്പെടുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പക്ഷിയായിട്ടാണ് ചെമ്പോത്തിനെ പ്രാചീന കാലം മുതൽക്ക് പരിഗണിക്കുന്നത്. കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന സന്ദർഭത്തിൽ ആ ഒരു കുചേലന് ശകുനം അറിയിച്ചുകൊണ്ട് ഈ പറയുന്ന ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് വരുന്നതായ ഭാഗങ്ങൾ നമുക്ക് പുരാണത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിപ്പോകുമ്പോഴും ചെമ്പോത്ത് ശകുനമായി വരുന്നത് അല്ലെങ്കിൽ ചെമ്പോത്തിനെ കാണുന്നത്, ചെമ്പോത്ത് ചിലയ്ക്കുന്നത് കേൾക്കുന്നത് ഏറെ ഐശ്വര്യദായകമാണ്. നമ്മൾ പോയി ഇടപെടുന്നതായ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴികളിൽ നമുക്ക് കാര്യവിജയം ഉണ്ടാകുന്നതാണ്, നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നെല്ലാമാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഈശ്വരൻ കാക്കയെ നമ്മുടെ ഗൃഹത്തിന് പരിസരത്തായി കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണത്. ചെമ്പോത്ത് പക്ഷിയെ നമ്മുടെ ഗൃഹത്തിന് ചുറ്റും കാണുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെ കണ്ടാലും കൈകൾ കൂപ്പി ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നാമം ചൊല്ലി പ്രാർത്ഥിക്കണം. ഇത് ലക്ഷ്മി കടാക്ഷവും ഭഗവാന്റെ അനുഗ്രഹവും നമ്മിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. മാത്രമല്ല, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ നേടിയെടുക്കുന്നതിനും ഇത് നമ്മെ സഹായിക്കും. ചെമ്പോത്ത് എന്ന് പറയുന്ന ആ ഒരു പക്ഷി നമ്മുടെ ഗൃഹത്തിൽ വരുന്നത് എന്തുകൊണ്ടും ഐശ്വര്യപ്രദമാണ്. അതിനൊപ്പം തന്നെ ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യമായിട്ടും നമുക്ക് ഈ ഒരു ഈശ്വരൻ കാക്കയുടെ ഉപ്പന്റെ വരവ് നമുക്ക് കണക്കാക്കാവുന്നതാണ്. രണ്ടാമത്തെ ഭഗവാന്റെ നമ്മിലുള്ള സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ലക്ഷണം ചന്ദനത്തിന്റെ സുഗന്ധമാണ്. കളഭങ്ങളിൽ ചന്ദനം എന്നത് വൈഷ്ണവാംശത്തെ കുറിക്കുന്നതാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട തിലകവും ഈ ഒരു ചന്ദനം തന്നെയാണ്. ധരിക്കുന്നതിലൂടെ ശരീരത്തിന്റെ താപനിലയെ തുലനം ചെയ്യുവാനും അതുവഴി പല ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുവാനും ചന്ദനത്തിന് ശക്തിയുണ്ട്. ചന്ദനത്തിന് സ്വതവേ ഒരു നറുഗന്ധമുണ്ടല്ലേ? ഈ ഒരു ഗന്ധം എപ്പോഴൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുവോ അപ്പോഴെല്ലാം ഭഗവാന്റെ സാന്നിധ്യം നമുക്കരികിൽ ഉണ്ട് എന്ന് വേണം കരുതുവാൻ. അതുകൊണ്ട് തന്നെ യാത്രകൾ പോകുമ്പോഴോ നമ്മുടെ ഗൃഹത്തിൽ വെറുതെ ഇരിക്കുമ്പോഴോ എല്ലാം തന്നെ ഈ ഒരു ചന്ദനത്തിന്റെ സുഗന്ധം നിങ്ങളുടെ മൂക്കിലേക്ക് എത്തുകയാണ് എങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ആണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനയാണത്. ആ ഒരു സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സർവ്വ പ്രാർത്ഥനയും ഭഗവത് സമക്ഷം എത്തുന്നതാണ്. ഭഗവാൻ കാര്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു ഗന്ധം നമുക്ക് അനുഭവപ്പെടുന്ന നേരങ്ങളിൽ ഭഗവാന്റെ ചൈതന്യം നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലെ ചെത്തി കുലകുത്തി പൂക്കുന്നതാണ്. ചെത്തി, മന്ദാരം, തുളസി, പിച്ചകം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം തന്നെ ഉണ്ടല്ലേ? ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ ആ പൂക്കളെ ചേർത്ത് ഇണക്കിക്കൊണ്ടാണ് ഈ ഒരു ഗാനം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ പ്രഥമ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ആ ഒരു ചെത്തിക്കാണ്. ഭഗവാന്റെ വനമാലയിൽ ഏറ്റവും കൂടുതൽ കെട്ടിക്കോർത്തിരിക്കുന്നത് ഈ ഒരു ചെത്തിപ്പൂവായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എത്ര ഭഗവാന് പ്രിയങ്കരമായ ആ ചെത്തി നമ്മുടെ ഗൃഹത്തിൽ തഴച്ചു വളരുകയാണ്, ഒരുപാട് കൊലകുത്തി പൂക്കാണ് എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യമാണ് വിളിച്ചോതുന്നത്. നമ്മളിപ്പോൾ ഒരു ഗൃഹത്തിൽ സന്ദർശനം ചെയ്യാണ്, അവിടെ ചെത്തി ഇങ്ങനെ വളർന്ന് പരിലസിച്ച് നിൽക്കുകയാണ് എങ്കിൽ ആ ഗൃഹത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്, ആ ഗൃഹത്തിൽ ഭഗവാന്റെ വാസമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ഇങ്ങനെ ചെത്തി തഴച്ചു വളരുകയാണ്,
അതിൽ പൂടുകയാണെങ്കിൽ ആ പൂക്കൾ ഇറുത്തെടുത്ത് നിങ്ങൾ പ്രാർത്ഥനയുടെ ഭാഗമാക്കുക. അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ മാല കെട്ടിയോ അല്ലാതെയോ പൂജയ്ക്കായിട്ട് പൂക്കൾ സമർപ്പിക്കുക. നമ്മുടെ ഗൃഹത്തിലും ആ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് പൂജകളും മാലകളും മറ്റു വഴിപാടുകളും ഒക്കെ തന്നെ ചെയ്യുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ്. ഭഗവാന്റെ അനുഗ്രഹവും നിരന്തരവാസവും സർവ്വ ഐശ്വര്യവും ഇതിലൂടെ നമുക്ക് കൈവരുന്നതുമാണ്. ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ 4ാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന് ചുറ്റും കാട്ടുപോലെ തുളസി ഇങ്ങനെ വളർന്നു കയറുകയാണ്. അങ്ങനെയെങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളിൽ ഒന്നാണ് തുളസി. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, ചെത്തി, മന്ദാരം, തുളസി, പിച്ചകം ഇതൊക്കെ ഭഗവാന് പ്രിയങ്കരമായിട്ടുള്ള പൂക്കളാണ്. അതിൽ തന്നെ വളരെ വിശേഷമാർന്ന ഒന്നാണ് തുളസി. ചെത്തിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ വനമാലയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പൂ തന്നെയാണ് തുളസി. കോടാനുകോടി രൂപയുടെ മൂല്യമുള്ള എന്തു വസ്തു ഭഗവാന് സമർപ്പിക്കുന്നതിലും ശ്രേഷ്ഠം ഒരു തുളസിക്കതിര് പൊട്ടിച്ച് ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ്. അത്ര മഹത്തരമായിട്ടുള്ള, അത്ര മഹനീയമായിട്ടുള്ള ഈ ഒരു തുളസിയിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ട്. അപ്പോൾ ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ആ ഒരു ഗൃഹത്തിൽ, അതായത് തുളസി കാട് പിടിച്ച് വളരുന്ന ആ ഒരു ഗൃഹത്തിൽ ഉണ്ട് എന്നതാണ്. അപ്പോൾ ഒരു ഗൃഹത്തിൽ യാതൊരു പരിചരണവും കൂടാതെ തുളസി ഇങ്ങനെ വളരുകയാണ് എങ്കിൽ ആ ഗൃഹത്തിൽ ഉറപ്പായും ഒരു ശ്രീകൃഷ്ണ ഭക്തനോ ഭക്തയോ ഉണ്ടായിരിക്കും. ഇനി ഇല്ല എങ്കിൽ കൂടിയും ആ മണ്ണിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു ശക്തി ഉൾക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവിടെ ഭഗവാന്റെ ആ ഒരു വാസം ആ ഒരു ഭൂമിയിൽ, ആ ഒരു ഗൃഹത്തിൽ നമുക്കുണ്ട് എന്ന് അനുമാനിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം ഉള്ള ഗൃഹങ്ങളിൽ ഉള്ള വ്യക്തികളിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കിയത്. ഇതിലേതെങ്കിലും ലക്ഷണം നിങ്ങളുടെ ഗൃഹത്തിലോ നിങ്ങളിലോ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താം. വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.